കൂട്ടുകാരോടൊപ്പം ഗോവയ്ക്ക് പോയി അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? iPhone 14 വാങ്ങി അതിൽ മിറർ സെൽഫി എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ലക്ഷറീസ് ക്ലബ്സിൽ പോയി അവിടുത്തെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടണമെന്ന് നിങ്ങൾ കരുതിയിട്ടില്ലേ? പെട്രോളിന് കണക്ക് നോക്കാതെ കൂട്ടുകാരെയും കൂട്ടി സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതിൻ്റെ എല്ലാം മറുപടി അതെ എന്നാണെങ്കിൽ ഇവയൊക്കെ ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നത് എന്താണ്? ലെറ്റ് മീ ഗസ്. പൈസയല്ലേ പ്രശ്നം. വീടിൻ്റെ വാടക കൊടുക്കണം, കാറിൻ്റെ EMI അടക്കണം, പിന്നെ ബില്ലുകൾ അടയ്ക്കണം, ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഭാര്യയുടെ ചിലവുകളൊക്കെ നോക്കണം തുടങ്ങി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ നിങ്ങൾ അംബാനിയുടെ വീട്ടിലല്ല, പകരം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണ് ജനിച്ചത്. അംബാനിയുടെ വീട്ടിലാണ് ജനിച്ചിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനിച്ചു പോയതുകൊണ്ട് മാത്രം പണത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനിക്കുന്നതിനും മറഞ്ഞിരിക്കുന്ന വരദാനമാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പക്കൽ പണവും കുറവും, എന്നാൽ ചിലവ് കൂടുതലുമാകാം. ഇവിടെ ജീവിതം നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ നൽകുന്നു. നമ്പർ 1, ഒരിക്കലേ നമ്മൾ ജനിക്കുന്നുള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എല്ലാ പൈസയും 10 ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ച് തീർക്കുക. എന്നിട്ട് ബാക്കിയുള്ള 20 ദിവസം എന്ന് ശമ്പളം കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുക. നമ്പർ 2, മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുക. എല്ലാ ബില്ലുകളും ക്ലിയറാക്കി ഈ ലോകവുമായി ബന്ധമില്ലാത്തതുപോലെ ജീവിക്കുക. ഇത് രണ്ടും കൂടാതെ യാതൊരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ബേർഡനും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ പോലെ നിങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന ഒരു 3rd ഓപ്ഷനുണ്ട്. അതിനു മുമ്പായി ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാം. നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യം ഉണ്ടാവുക എന്നത്. പണ്ടുള്ളവർ പറയുന്നത് ആരോഗ്യമാണ് ധനം എന്നാണ്. എത്ര തന്നെ പണം സൂക്ഷിച്ചു വെച്ചാലും നമ്മുടെ ബഡ്ജറ്റ് അട്ടിമറിക്കാൻ ശേഷിയുള്ള നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, എന്നാലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ചിലവാണ് ചികിത്സാ ചിലവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കോ വീട്ടിലെ മറ്റൊരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നാൽ കയ്യിലുള്ള കാശ് മുഴുവൻ തീരും എന്ന് മാത്രമല്ല, തുടർ ചികിത്സയ്ക്ക് വേണ്ടി കടമെടുക്കേണ്ട സ്ഥിതി വരെ ഉണ്ടാവാൻ ഇടയുണ്ട്. ഇതൊന്നും നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. എങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ആയി ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റും. ഈ മുൻകരുതൽ ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. പക്ഷേ സാധാരണഗതിയിൽ ഏജന്റ് വഴിയും ബാങ്ക് വഴിയുമൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ മെഡിക്കൽ ചെക്കപ്പ് പോലെയുള്ള ഒട്ടേറെ കടമ്പകളുണ്ട്. എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരുപാട് ഓപ്ഷൻസ് കമ്പയർ ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കാൻ പോളിസി ബസാർ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് 50-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് പോളിസീസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ 1 കോടി വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവർ ലഭ്യമാണ്. പിന്നെ വെറും 390 രൂപ മുതൽ തുടങ്ങുന്ന മന്ത്ലി പ്രീമിയമുള്ള അഫോർഡബിളായ പോളിസി സ്കീംസ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ ഓൺലൈൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് കണ്ടെത്താം. പോളിസി ബസാർ വഴി നിങ്ങൾ എടുക്കുന്ന പോളിസിയിൽ 25% ഡിസ്കൗണ്ട് നേടാം. ഈ മാർച്ച് അവസാനിക്കുന്നതിന് മുന്നേ വാങ്ങുന്ന പോളിസികൾക്ക് സെക്ഷൻ 80D അടിസ്ഥാനത്തിൽ 75,000 രൂപയുടെ ടാക്സ് റിബേറ്റ് നേടാവുന്നതാണ്. ഇങ്ങനെ പോളിസി സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ്, റൂം റെന്റ് ലിമിറ്റ്, നോ ക്ലെയിം ബോണസ്, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് തുടങ്ങി ട്രീറ്റ്മെന്റ്സ് കോസ്റ്റ് അടക്കം കുടുംബങ്ങളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. പോളിസി ബസാർ ഇന്ത്യയിലുള്ളവർക്ക് മാത്രം എല്ലാ വിദേശത്ത് താമസിക്കുന്ന NRIസിനും പ്രയോജനപ്പെടുത്താൻ കഴിയും. വിദേശത്തെ ജോലിക്ക് തിരക്കിനിടയിൽ നാട്ടിലുള്ള അച്ഛനമ്മമാരുടെ ആരോഗ്യത്തെ പറ്റിയുള്ള ടെൻഷൻ ഒഴിവാക്കാൻ ഇതിലൂടെ നിങ്ങൾക്ക് കഴിയും. അതുകൂടാതെ 30 മിനിറ്റ് ക്ലെയിം അസിസ്റ്റൻസ് എന്നത് അവരുടെ ഒരു കീ ഫീച്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഓൺലൈൻ കസ്റ്റമർ സർവീസും ലഭ്യമാണ്. പോളിസി ബസാർ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോളിസി ബസാർ വഴി വളരെ ഈസിയായി അഫോർഡബിളായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ ചേർന്നുകൊണ്ട് അപ്രതീക്ഷിതമായി വരുന്ന അസുഖങ്ങളും എമർജൻസി ഹോസ്പിറ്റൽ വിസിറ്റ്സും കൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാവുന്നത് തടയാൻ കഴിയും. ഒപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പണമില്ലെന്ന പേരിലുള്ള കാലതാമസമില്ലാതെ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് ഉറപ്പാക്കുകയും ചെയ്യാം. ഇനി 3rd റൂൾ എന്താണെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നല്ല. മാന്ത്രിക വിദ്യയിലൂടെയും ഇത് നമുക്ക് നേടാനാവില്ല. ദ ടോട്ടൽ മണി മേക്ക് ഓവർ എന്ന പുസ്തകം എഴുതിയ ഡേവ് റംസി പറയുന്നത് എന്തെന്നാൽ, ജീവിതത്തിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള രീതിയിൽ പണം ചെലവാക്കുന്ന ആളുകളെ പോലെ നിങ്ങൾക്കും ആകണമെങ്കിൽ നിങ്ങൾ സാധാരണക്കാരെ പോലെ അഭിനയിക്കുന്നത് നിർത്തുക. ആ എഴുത്തുകാരൻ പറയുന്നത് എന്തെന്നാൽ, യു മസ്റ്റ് ലീവ് ലൈക്ക് നോ വൺ എൽസ് റൈറ്റ് നൗ സോ ദാറ്റ് യു ക്യാൻ ലീവ് നോ വൺ എൽസ് ലേറ്റർ. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരെ പോലെ അഭിനയിക്കുന്നത് നിർത്തുക എന്നതാണ് ഇതിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നത് സിമ്പിളാണ്, എന്നാൽ ഈസി അല്ല. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം 80% നിങ്ങളുടെ സ്വഭാവത്തിനെയും 20% നിങ്ങളുടെ അറിവിനെയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ദ ടോട്ടൽ മണി മേക്ക് ഓവർ എന്ന പുസ്തകത്തിൽ നിന്നും 5 ടൈംലെസ് പ്രിൻസിപ്പിളിനെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്.
ഇവ പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീ പീപ്പിൾ ക്ലബിലെ ആളുകളെ പോലെ ആകുവാൻ സാധിക്കും. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നമ്പർ 1, നോ മോർ പ്രിറ്റൻഡിങ്. നിങ്ങളൊരു ജീവനുള്ള തവളയെ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടാൽ അത് ഉടനടി ചാടി പുറത്തേക്ക് വരുന്നതാണ്. അതേ തവളയെ സാധാരണ വെള്ളത്തിലിട്ടാൽ അത് ആ വെള്ളത്തിൽ കിടന്ന് നീന്തും. ആ വെള്ളത്തിന്റെ ചൂട് പതിയെ പതിയെ കൂട്ടിയാൽ പോലും ആ തവളയ്ക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായെന്ന് വരില്ല. അവസാനം അത് വെള്ളത്തിലെ ചൂട് കൊണ്ട് മരിച്ചു പോകുന്നു. പിന്നീട് വെള്ളത്തിന് പുറത്തേക്ക് വരുന്നതുമില്ല. ഇതുപോലെയാണ് നിങ്ങളുടെ ആരോഗ്യം. അത് ഒറ്റയടിക്കല്ല ചീത്തയാകുന്നത്, പകരം പതിയെ പതിയാണ്. അൺഹെൽത്തി ഡയറ്റ്, എക്സസൈസ് ഇല്ലായ്മയൊക്കെ കൂടി ചേർന്ന് പതിയെ പതിയായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുക പോലും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതവസാനം നിങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇതേ കാര്യം ഫൈനാൻസിലും ആപ്ലിക്കബിൾ ആണ്. ഓഥർ ഡേവ് റംസി പറയുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ആരോഗ്യം പോലെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നാണ്. ഒറ്റ രാത്രി കൊണ്ട് 10 കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നത് സാധിക്കാത്തതുപോലെ തന്നെ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്ക് പണക്കാരനാകാനും സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒറ്റഞ്ഞൊടി കൊണ്ടല്ല മോശമായി തീരുന്നത്. പാസ്റ്റിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ടോട്ടൽ മണി മേക്ക് ഓവർ ചെയ്യുന്നതിനായി നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിന് കാരണമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനവും ചിലവും എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് എന്നും നിങ്ങൾ ഒരു മാസം എത്ര രൂപയാണ് സേവ് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, നല്ലൊരു വീടും കാറും ഐഫോണും അമ്മയും ഒക്കെയുള്ള ഒരു നല്ല ജീവിതമാണ് നിങ്ങൾ നയിക്കുക എന്ന് കരുതുക. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുവെന്നും നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം EMIക്കായി പോകുന്നുവെന്നും മനസ്സിലാക്കുന്നത്. എന്നിട്ടും നിങ്ങൾ ഷൈനി ഒബ്ജക്റ്റ് സിൻഡ്രോം കാരണം പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഇവയെല്ലാം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന ഒരു ഫിനാൻഷ്യൽ ബബിളിലാണ് ജീവിക്കുന്നതെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പണക്കാരനായി അഭിനയിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്തെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നും ഒളിച്ചോടുന്നത് അവസാനിപ്പിക്കുക. നമ്പർ 2, സേവ് അപ്പ് ഫോർ റെയിനി ഡേയ്സ്. മുർഫീസ് ലോ പറയുന്നത് എന്തെന്നാൽ, ഇഫ് എനിത്തിങ് ദാറ്റ് ക്യാൻ ഗോ റോങ് വിൽ ഗോ റോങ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു ഉത്തരവാദിത്വമുള്ള വ്യക്തിയായി മാറും എന്ന് ഉറച്ച തീരുമാനം എടുത്തു എന്ന് കരുതുക. പൈസയൊക്കെ അടിച്ചു പൊളിക്കുന്നതിന് പകരം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു അത്യാവശ്യം വന്നത് കാരണം നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പ്ലാൻ മുഴുവനായും ചീറ്റിപ്പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ നമ്മളോട് പറയുന്നത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാനായി നാം കുറച്ച് പണം സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് എമർജൻസി ഫണ്ട് എന്ന രീതിയിൽ ഏകദേശം $1000 അഥവാ 82,000 ഇന്ത്യൻ രൂപ സേവ് ചെയ്തു വെക്കുക എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഈ പണം സൂക്ഷിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ പണം ഒരിടത്തും നിക്ഷേപിക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, ഈ പൈസ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ അവിടെയും ഇവിടെയും QR കോഡ് സ്കാൻ ചെയ്ത് തന്നെ ഈ പണം മുഴുവൻ നിങ്ങൾ ചിലവാക്കി തീർക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഈ പണം സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഇത് ബർത്ത്ഡേ പാർട്ടികൾക്ക്, ബൈക്ക് വാങ്ങുന്നതിനായി, ഐഫോണിന്റെ EMI അടയ്ക്കുന്നതിനായി തുടങ്ങിയ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഈ ഫണ്ട് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ കൂടി എത്രയും വേഗം ഇത് പഴയതുപോലെ തന്നെ ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. കാരണം കയ്യിലുള്ള ലിക്വിഡ് ക്യാഷ് കോൺഫിഡൻസ് നൽകും. നമ്പർ 3, ഡെപ്റ്റ് സ്നോബോൾ. നിങ്ങൾ കൂട്ടുകാരോടൊപ്പം ഏതെങ്കിലും ഒരു മഞ്ഞുമലയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ മഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു പന്തുണ്ടാക്കി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടിവിട്ടാലോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് കരുതുക. നിങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കുഞ്ഞു പന്ത് താഴെ എത്തുമ്പോൾ ഒരു വലിയ സ്നോബോളായി മാറിയിട്ടുണ്ടാകും. ഇതിന് ഉദാഹരണമാക്കിക്കൊണ്ടാണ് എഴുത്തുകാരൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായ കടത്തെ പതിയെ എന്നാൽ സ്റ്റഡിയായി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ലോൺസ്, EMI തുടങ്ങിയവയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ധനവാൻ ആകുവാൻ സാധിക്കൂ. ഇന്നത്തെ കാലത്ത് ലോണുകൾ ലഭിക്കുക എന്നത് വളരെയധികം എളുപ്പമാണ്. അതിലൂടെ നിങ്ങളുടെ വില്ലനായി മാറുന്ന ഒന്നാണ് പലിശ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടമുണ്ടെങ്കിൽ ആദ്യം അതിനെ തീർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാനായി സഹായിക്കുന്ന കുറച്ച് മാർഗങ്ങൾ പറഞ്ഞു തരാം. നമ്പർ 1, നിങ്ങൾക്കുള്ള ലോണുകളുടെയും EMIയുടെയും കണക്കുകൾ ഒരു പേപ്പറിൽ കുറഞ്ഞ തുകയിൽ നിന്ന് കൂടിയത് എന്ന രീതിയിൽ എഴുതുക. അതിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും ചെറിയ കടം വീട്ടാനായി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും ഒരു 5000 രൂപ കടം വാങ്ങിയെന്ന് കരുതുക. പിന്നെ നിങ്ങളുടെ ഐഫോണിന്റെ വില 80,000 രൂപയാണ്. അതിന്റെ തിരിച്ചടവിനായി നിങ്ങൾ മാസം തോറും 2000 രൂപ വീതം നൽകുന്നു. നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങിയതിന്റെ കടവുമുണ്ട്. അതിന്റെ വില 2.5 ലക്ഷമാണ്.
നിങ്ങളുടെ മാസവരുമാനം 10,000 രൂപയാണെന്ന് കരുതുക. കടം വീട്ടുന്നതിൻ്റെ ആദ്യപടിയായി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് കൊടുക്കാനുള്ള മുഴുവൻ തുകയും കൊടുത്തു തീർക്കുക. ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു തീർക്കുന്നതിലൂടെ നിങ്ങളുടെ തലയിലെ ഭാരം കുറച്ച് കുറയുന്നു. നിങ്ങൾക്ക് കുറച്ച് സൈക്കോളജിക്കൽ മോട്ടിവേഷനും ലഭിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കടങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ തോന്നും. 2-3 മാസം 2 ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടി വന്നാലും ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നാലും കടം എന്ന കുരുക്കിൽ നിന്നും കരകയറുക, അത് അത്യാവശ്യമാണ്. നമ്പർ 5, സാമ്പത്തിക സുരക്ഷ നേടാൻ വേണ്ടി എല്ലാം ചെയ്തതിന് ശേഷവും ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന കാര്യം മറക്കാതിരിക്കുക. ജീവിതകാലം മുഴുവൻ കടം വീട്ടി പണം സമ്പാദിച്ചുകൊണ്ടിരിക്കാനല്ല എഴുത്തുകാരൻ പറയുന്നത്. സാമ്പത്തിക ഭദ്രത നേടുന്നതിനായി കുറച്ച് കടമ്പകളൊക്കെ കിടക്കേണ്ടത് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാവുന്നതാണ്. ഫിനാൻഷ്യലി ഫ്രീ ആവാനായി നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 15% ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവിതം എന്നത് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. കടത്തിൽ മുങ്ങി നിന്നുകൊണ്ട് സാമ്പത്തിക സുരക്ഷ ഇല്ലാതെ ആകരുത് നിങ്ങളുടെ അടിച്ചുപൊളി എന്നും അദ്ദേഹം പറയുന്നു. കടങ്ങളൊക്കെ വീട്ടി തീർത്ത ശേഷം നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും സ്ഥിരമായി 15% നിക്ഷേപിക്കാൻ തുടങ്ങുക. എന്നു മുതലാണോ ആ നിക്ഷേപത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് ലഭിക്കാൻ തുടങ്ങുന്നത്, അന്നു മുതൽ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് പറയാം. അതിനുശേഷം നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും സാധിക്കും. പോളിസി ബസാർ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പണമില്ലെന്ന പേരിലുള്ള കാലതാമസമില്ലാതെ ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കുവാനായി പോളിസി ബസാറിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ പോളിസി തിരഞ്ഞെടുക്കാൻ മറക്കല്ലേ.